നമസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ചുവടെയുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? 1. ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 2. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. 3. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഓപ്ഷൻ എ 1 മാത്രം ശരി. ഓപ്ഷൻ ബി 2 മാത്രം ശരി. ഓപ്ഷൻ സി 3 മാത്രം ശരി. ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ 1 മാത്രം ശരി. 2. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? 1. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമരരംഗത്തിറങ്ങാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. 2. ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനമെടുത്തത്. 3. ഗാന്ധിജി ഈ സമരത്തെ പിൻതീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചു. ഓപ്ഷൻ എ 1 മാത്രം ശരി. ഓപ്ഷൻ ബി 2 മാത്രം ശരി. ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം ശരി. ഓപ്ഷൻ ഡി 3 മാത്രം ശരി. ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം ശരി. മൂന്നാമത്തെ ചോദ്യം, മാവോ സേതുങ്ങുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? 1. 1911 ചൈനീസ് വിപ്ലവത്തിൻ്റെ നേതാവായിരുന്നു. 2. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. 3. ലോങ് മാർച്ചിൻ്റെ നേതാവായിരുന്നു. 4. 1949 ഒക്ടോബർ 1 ജനകീയ ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ചെയർമാനായി സ്ഥാനമേറ്റു. ഓപ്ഷൻ എ 1 മാത്രം ശരി. ഓപ്ഷൻ ബി 2ഉം 3ഉം 4ഉം മാത്രം ശരി. ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രം ശരി. ഓപ്ഷൻ ഡി 3ഉം 4ഉം മാത്രം ശരി. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം 4ഉം മാത്രം ശരി. 4. പഴശ്ശികലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? 1. കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപ കാരണമായി. 2. ഗോത്രവർഗക്കാരനായ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു. 3. വയനാട്ടിലെ കോൽക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി. 4. തിരുവിതാംകൂറിലെ രാജാവായിരുന്ന പഴശ്ശിരാജ. ഓപ്ഷൻ എ 1ഉം 2ഉം എന്നിവ മാത്രം ശരിയാണ്. ഓപ്ഷൻ ബി 2ഉം 3 എന്നിവ മാത്രം ശരിയാണ്. ഓപ്ഷൻ സി 4 മാത്രം ശരിയാണ്. ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ മാത്രം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ മാത്രം ശരിയാണ്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി എഴുതിയതാര്? ഓപ്ഷൻ എ ഊർവശി ബുട്ടാലിയ. ഓപ്ഷൻ ബി അരുന്ധതി റോയ്. ഓപ്ഷൻ സി മഹാശ്വേതാ ദേവി. ഓപ്ഷൻ ഡി സുഭദ്രകുമാരി ചൗഹാൻ. ഉത്തരം 5A ഊർവശി ബുട്ടാലിയ. ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാൻഷു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ ചന്ദ്രയാൻ. ഓപ്ഷൻ ബി ഗഗൻയാൻ. ഓപ്ഷൻ സി ആക്സിയം 4. ഓപ്ഷൻ ഡി സ്പിരിറ്റ് 4. ഉത്തരം 6C ആക്സിയം 4. ഏഴാമത്തെ ചോദ്യം, ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് കൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം? ഓപ്ഷൻ എ ഹംബോൾട്ട് പ്രവാഹം. ഓപ്ഷൻ ബി ബെനഗ്വേല പ്രവാഹം. ഓപ്ഷൻ സി ഒയാഷിയോ പ്രവാഹം. ഓപ്ഷൻ ഡി ഗൾഫ് സ്ട്രീം. ഉത്തരം എ ഹംബോൾട്ട് പ്രവാഹം. എട്ടാമത്തെ ചോദ്യം, ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഓസോൺ ശോഷണത്തിന് കാരണമാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിന് ലക്ഷ്യം വയ്ക്കുന്നത്? ഓപ്ഷൻ എ ക്യോട്ടോ പ്രോട്ടോക്കോൾ. ഓപ്ഷൻ ബി പാരീസ് എഗ്രിമെൻറ്റ്. ഓപ്ഷൻ സി മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഓപ്ഷൻ ഡി ബാസൽ കൺവെൻഷൻ. ഉത്തരം ഓപ്ഷൻ സി മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഒമ്പതാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ആദിത്യ L1. ഓപ്ഷൻ ബി സ്പാഡക്സ്. ഓപ്ഷൻ സി NISAR നിസാർ. ഓപ്ഷൻ ഡി ചന്ദ്രയാൻ 4. ഉത്തരം ഓപ്ഷൻ ബി സ്പാഡക്സ്. പത്താമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന
അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ് എന്ന് കണ്ടെത്തുക. 1. സഹാറ മരുഭൂമിയിലെ ഹർമാറ്റൻ കടുത്ത ചൂട് കുറയ്ക്കുന്നതിന് സഹായമാവുന്നു. 2. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. 3. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചരിവിൽ ഫൊൻ ശീതക്കാറ്റ് വീശുന്നു. ഓപ്ഷൻ എ 1 ഓൺലി, ഓപ്ഷൻ ബി 1 and 2, ഓപ്ഷൻ സി 1, 2, 3, ഓപ്ഷൻ ഡി 1 and 3. ഉത്തരം ഓപ്ഷൻ ബി 1 and 2. 11ാമത്തെ ചോദ്യം, ചിൽക്ക തടാകം ഏത് നദീ ഡെൽറ്റയ്ക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഗോദാവരി കൃഷ്ണ ഡെൽറ്റ, ഓപ്ഷൻ ബി ഗംഗ മഹാനദി ഡെൽറ്റ, ഓപ്ഷൻ സി മഹാനദി ഗോദാവരി ഡെൽറ്റ, ഓപ്ഷൻ ഡി കൃഷ്ണ കാവേരി ഡെൽറ്റ. ഉത്തരം ഓപ്ഷൻ സി മഹാനദി ഗോദാവരി ഡെൽറ്റ. 12ാമത്തെ ചോദ്യം, സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങൾ? ഓപ്ഷൻ എ ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഓപ്ഷൻ ബി രാജസ്ഥാൻ, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഓപ്ഷൻ സി പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, തെലങ്കാന, ഓപ്ഷൻ ഡി രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്. ഉത്തരം ഓപ്ഷൻ എ ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ. 13ാമത്തെ ചോദ്യം, നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. 1. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. 2. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. 3. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. ഓപ്ഷൻ എ അന്ത്യോദയ അന്ന യോജന, ഓപ്ഷൻ ബി അന്നപൂർണ, ഓപ്ഷൻ സി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന, ഓപ്ഷൻ ഡി ഗ്രാമസമൃദ്ധി. ഉത്തരം ഓപ്ഷൻ സി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. 14ാമത്തെ ചോദ്യം, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഓപ്ഷൻ എ 5-ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ബി 10-ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ സി 12-ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി 10-ാം പഞ്ചവത്സര പദ്ധതി. 15ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത്? 1. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. 2. മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ കാർഷിക മേഖലയെ പുരോഗതിയിലേക്കെത്തിക്കുക. 3. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. 4. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 1, 2, ഓപ്ഷൻ സി 1, 2, 3, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. 16ാമത്തെ ചോദ്യം, 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? ഓപ്ഷൻ എ സ്ത്രീ ശാക്തീകരണം, ഓപ്ഷൻ ബി ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഓപ്ഷൻ സി സ്വയം പര്യാപ്തത, ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം. ഉത്തരം ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം. 17ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കോളാർ സ്വർണ്ണഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി തെലങ്കാന. ഉത്തരം ഓപ്ഷൻ സി കർണാടക. 18ാമത്തെ ചോദ്യം, ആഗോളവൽക്കരണം ഒരു നയമല്ല, ഒരു പ്രതിഭാസമാണ് എന്ന അഭിപ്രായം ആരുടേതാണ്? ഓപ്ഷൻ എ അമർത്യ സെൻ, ഓപ്ഷൻ ബി JM കെയ്ൻസ്, ഓപ്ഷൻ സി മൻമോഹൻ സിംഗ്, ഓപ്ഷൻ ഡി ജോസഫ് ഷുംപീറ്റർ. ഉത്തരം ഓപ്ഷൻ എ അമർത്യ സെൻ. 19ാമത്തെ ചോദ്യം, ലൈസസ് ഫെയർ എന്ന തിയറിയുടെ ഉപജ്ഞാതാവ്? കാൾ മാർക്സ്, ഓപ്ഷൻ ബി ആഡം സ്മിത്ത്, ഓപ്ഷൻ സി അമർത്യ സെൻ, ഓപ്ഷൻ ഡി JB സേ. ഉത്തരം ഓപ്ഷൻ ബി ആഡം സ്മിത്ത്. 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളേവ? 1. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് MN റോയ് 1934-ലാണ്. 2. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. 3. ഭരണഘടന എഴുതി തയ്യാറാക്കി അംഗീകാരം ലഭിച്ചത് 1949 നവംബർ 26-നാണ്. 4. സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു.
ഓപ്ഷൻ എ 1, 2, 4, ഓപ്ഷൻ ബി 1, 2, ഓപ്ഷൻ സി 1, 2, 3, ഓപ്ഷൻ ഡി 1, 2, 3, 4. ഉത്തരം ഓപ്ഷൻ സി 1, 2, 3. 21-ാമത്തെ ചോദ്യം. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗം ഏത്? ഓപ്ഷൻ എ നിർദ്ദേശക തത്വങ്ങൾ, ഓപ്ഷൻ ബി ആമുഖം, ഓപ്ഷൻ സി മൗലികാവകാശങ്ങൾ, ഓപ്ഷൻ ഡി മൗലിക കടമകൾ. ഉത്തരം ഓപ്ഷൻ ബി ആമുഖം. 22. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 1. ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുമാണ്. 2. ഭരണഘടനയുടെ ഭാഗം 4 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 3. ഇന്ത്യൻ പൗരത്വം ആർജിക്കാനുള്ള ഒരു മാർഗമാണ് ചിരകാലവാസം, നാച്ചുറലൈസേഷൻ. 4. ഭരണഘടനയുടെ വകുപ്പ് 4 മുതൽ 12 വരെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ 4 മാത്രം, ഓപ്ഷൻ ബി 3 ഓൺലി, ഓപ്ഷൻ സി 3 and 4, ഓപ്ഷൻ ഡി 1 and 4. ഇത് ഉത്തരമില്ല. നോ ആൻസർ. 23-ാമത്തെ ചോദ്യം. ചേരുംപടി ചേർക്കുക. എ കോളത്തിൽ 1 ഹേബിയസ് കോർപ്പസ്, 2 മാൻഡമസ്, 3 കൊവാറൻറ്റോ, 4 പ്രൊഹിബിഷൻ. ബി കോളത്തിൽ എ എന്തധികാരത്തിൽ, ബി ശരീരം ഹാജരാക്കുക, സി ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, ഡി റദ്ദാക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1B ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക. 2C മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. 3A കൊവാറൻറ്റോ എന്തധികാരത്തിൽ. 4D പ്രൊഹിബിഷൻ റദ്ദാക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് തത്വങ്ങളിലാണ്? എ മൗലിക കർത്തവ്യങ്ങളിൽ, ബി സുപ്രീം കോടതിയുടെ അധികാരത്തിൽ, സി ഗവർണറുടെ അധികാരം, ഡി നിർദ്ദേശക തത്വങ്ങളിൽ. ഉത്തരം ഓപ്ഷൻ ഡി നിർദ്ദേശക തത്വങ്ങളിൽ. 25-ാമത്തെ ചോദ്യം. ചേരുംപടി ചേർക്കുക. എ കോളത്തിൽ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, കേന്ദ്ര പ്രതിരോധ മന്ത്രി, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ, ലോക്സഭാ സ്പീക്കർ. ബി കോളത്തിൽ ആർ വെങ്കട്ടരമണി, ജ്ഞാനേഷ് കുമാർ, ഓം ബിർള, രാജ്നാഥ് സിംഗ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1B ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. 2D കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. 3A ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണി. 4C ലോക്സഭാ സ്പീക്കർ ഓം ബിർള. BNSSൻ്റെ പൂർണ്ണരൂപം ഏത്? ഓപ്ഷൻ എ ഭാരതീയ ന്യായ സുരക്ഷാ സംഹിത, ഓപ്ഷൻ ബി ഭാരതീയ നാഗരിക് സാമൂഹ്യ സംഹിത, ഓപ്ഷൻ സി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഓപ്ഷൻ ഡി ഭാരതീയ നഗര സ്റ്റേറ്റ് സ്കീം. ഉത്തരം ഓപ്ഷൻ സി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. 27 സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭ പദ്ധതി ഏത് വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനായുള്ളതാണ്? ഓപ്ഷൻ എ രക്ഷകർത്താക്കൾ നഷ്ടപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി, ഓപ്ഷൻ ബി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി, ഓപ്ഷൻ സി വിധവകളുടെ ക്ഷേമത്തിനായി, ഓപ്ഷൻ ഡി വികലാംഗരുടെ പുനരധിവാസത്തിനായി. ഉത്തരം ഓപ്ഷൻ ബി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി. 28-ാമത്തെ ചോദ്യം. കേരള സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ചത് എന്ന് മുതൽ? ഓപ്ഷൻ എ 2018 മുതൽ, ഓപ്ഷൻ ബി 2019, ഓപ്ഷൻ സി 2020, ഓപ്ഷൻ ഡി 2017. ഉത്തരം ഓപ്ഷൻ എ 2018. 29-ാമത്തെ ചോദ്യം. 2024 കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം
തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം? ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി കേരളം, ഓപ്ഷൻ ഡി തമിഴ്നാട്. ഉത്തരം ഓപ്ഷൻ സി കേരളം. 30ാമത്തെ ചോദ്യം. കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ഡാഷ് വർഷം രൂപീകരിക്കുകയും അതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഡാഷ് സ്ഥലത്തുമാണ്? ഓപ്ഷൻ എ 2006 തിരുവനന്തപുരം, ഓപ്ഷൻ ബി 2007 എറണാകുളം, ഓപ്ഷൻ സി 2009 മലപ്പുറം, ഓപ്ഷൻ ഡി 2007 തിരുവനന്തപുരം. ഉത്തരം ഓപ്ഷൻ ഡി 2007 തിരുവനന്തപുരം.